ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും എൻ്റെ പുതിയ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 മീഡിയം സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങി തൊലി കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു പൊട്ടാറ്റോ മാഷർ വെച്ചിട്ടാണ് ഉടയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറെ ഒരു ബോളിലേക്ക് നമുക്കിതിനാവശ്യമായ 2 മീഡിയം സൈസ് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട പ്രത്യേകം ശ്രദ്ധിക്കണം, അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര, ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതുകൂടാതെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്, ഇത് 3ഉം കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശർക്കര ആയതുകൊണ്ട് ഇതിലേക്ക് അലിഞ്ഞ് ചേരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒരു 30 സെക്കൻഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിതിലെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റായ ഓട്സ്, ഇത് ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ സിനമൺ പൗഡർ, 1/2 ടീസ്പൂൺ ജാതിക്കപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ബാറ്റർ ഇവിടെ റെഡിയാക്കിയെടുക്കാം. ഞാനതേ വിസ്ക് തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇതാ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയതിനെയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ട് ആൻഡ് ഫോൾഡ് വിധത്തിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ ഇങ്ങനെ ഇതിപ്പോൾ കാണുന്നില്ലേ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മൾ ഈ കഴിക്കുമ്പം ഇതിൽ ഒരു നട്ടി ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി ഇതിനെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പാനിലേക്ക് നമുക്ക് പകർത്തി ഇതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ എൻ്റെ ഓവൻ ഓൾറെഡി 10 മിനിറ്റ്സ് ആയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റായ ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്യേണ്ടി വരും. ഇത് ലെവൽ ചെയ്ത് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് നമുക്കിനി ഇതിനെ ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇതിനൊരു 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക്. ഇവിടെ ഇത് 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞു, ഞാൻ തണുക്കാൻ വെച്ചു. ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഡിമോൾഡ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയായിട്ടുണ്ടെന്ന്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഡിമോൾഡ് ചെയ്യട്ടെ. മുറിച്ച് നോക്കാം. നന്നായിട്ട് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു കേക്കിൻ്റെ ടെക്സ്ചർ അല്ല, നമ്മൾ കിണ്ണത്തപ്പത്തിൻ്റെയൊക്കെ ഒരു പരുവമാണ് ഇതിന്. ഇതേ കാണുന്നില്ലേ, നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതേ ഞാനിനി ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്